ഏവർക്കും എംഇയുടെ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. മട്ടന്നൂർ നഗരസഭയുടെ ആദ്യ ഭരണസമിതിയുടെ കാലം മുതൽ ചെക്യോട്ടുവയൽ പ്രദേശത്ത് മലിനജലം ഒഴുകിയെത്തുന്നത് ഒരു പ്രശ്നമായിരുന്നു. ഇതിന് ഇപ്പോഴും പരിഹാരമായില്ല എന്നത് പ്രദേശത്തുകാരോടുള്ള അനീതിയാണ്, അവകാശ നിഷേധമാണ്. ഇത് പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? ആദ്യഘട്ടത്തിൽ കുറച്ചു വീട്ടുകാരാണ് കിണർ വെള്ളത്തിൽ പ്രശ്നം നേരിട്ടതെങ്കിൽ ഇപ്പോൾ കൂടുതൽ വ്യാപിച്ച് കിണറുകൾ ഉപയോഗിക്കാൻ കഴിയാതെ 30ഓളം കുടുംബങ്ങൾ. ചെക്യോട്ടുവയലിന്റെ പരിഹാരത്തിന് വേണ്ടി ഇത്ര ലക്ഷമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബജറ്റെല്ലാം കഴിഞ്ഞപ്പം പറഞ്ഞു തന്നാണ് എല്ലാം നമ്മള് ദ്രവമാലിന്യത്തിന് വേണ്ട സംസ്കരണശാല എല്ലാം ഇതായി. ചെറിയൊരു സാങ്കേതിക പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പം 3.5 കൊല്ലം കഴിഞ്ഞ് ഇനി അടുത്ത വർഷം ആദ്യ ഇലക്ഷനായി. ഇനി ഈ സാങ്കേതിക പ്രശ്നം ഇനിയും തീർന്നിട്ടില്ല. 3 പ്രാവശ്യം മോട്ടോർ വെച്ച് എന്നിട്ട് ആ വെള്ളം എന്ന് പറഞ്ഞ് വെള്ളത്തിൽ ക്ലിയർ ആകുന്നത് ഞാൻ മുനിസിപ്പാലിറ്റി പെർമിഷൻ കൊടുത്ത് മുനിസിപ്പാലിറ്റി പരാതി കൊടുത്ത് അവരെ വന്ന് നോക്കി. എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ കുടിക്കാൻ വെള്ളം ഞാൻ വണ്ടി പിന്നെ നനയ്ക്കലാണ്. ഫിൽറ്റർ വരെ വെക്കാൻ പറ്റില്ല, കാരണം ഫിൽറ്റർ വെക്കാൻ വരെ പറ്റാതെ കണ്ടിട്ട് വെള്ളമുള്ളത്. സംഭവത്തിൽ പ്രതിഷേധവുമായി UDF നേതൃത്വം സംഭവസ്ഥലം സന്ദർശിച്ചു. നാട്ടുകാരുടെ പരാതികൾ കേട്ടു. പരിഹാരത്തിനായി സമരമുറകളിലേക്ക് നീങ്ങാൻ UDF നേതൃത്വം തീരുമാനിച്ചു. മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് മട്ടന്നൂർ നഗരസഭ ഹനിക്കുന്നതെന്ന് UDF കൺവീനർ K മനീഷ്, റഫീഖ് ബാവോട്ടുപാറ എന്നിവർ അറിയിച്ചു. KV ജയചന്ദ്രൻ, MK കുഞ്ഞിക്കണ്ണൻ, P വിജിത് കുമാർ, MC കുഞ്ഞമ്മദ്, UDF കൗൺസിലർമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനൊരു ശാശ്വതമായ പരിഹാരമാണ് UDF ആവശ്യപ്പെടുന്നത്. മാലിന്യം തോട്ടിലൂടെ വന്ന് വളവരത്തോട് വഴി കാര അങ്ങോട്ടേക്ക് പോകും. ഇവിടെ ഇപ്പോൾ ഒരു അനധികൃത കെട്ടിട നിർമ്മാണം നടക്കും. അതും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കെട്ടിക്കിടപ്പം നിങ്ങളുടെ കാരണം ഈ സാധനം മുഴുവൻ കെട്ടിക്കിടക്കാൻ കാരണം ആ കെട്ടിട നിർമ്മാണമാണ്. ആവശ്യമായ തോട്ടിൽ നിന്നുള്ള വെള്ളം പോകാനുള്ള സംവിധാനം പ്രവർത്തനങ്ങളൊന്നും ശാസ്ത്രീയമായ രീതിയിൽ ഈ വിഷയം പരിഹരിക്കുന്ന രൂപത്തിലല്ല നഗരസഭ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായും ജനങ്ങൾക്ക് ശുദ്ധമായ വെള്ളവും ശുദ്ധമായ വായുവും ശ്വസിക്കാനുള്ള ഒരു സാഹചര്യം നഗരസഭ ഉണ്ടാക്കണം. അല്ലാതെ അവാർഡുകൾ വാങ്ങി എന്ന് അഹങ്കരിക്കുന്നതിലപ്പുറം ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാൻ ഈ സമയം വരെ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് ഈ പ്രദേശം കാണുന്ന അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെള്ളം കെട്ടി നിന്ന് നിങ്ങൾക്ക് വെള്ളം കാണണം. ഈ വാഴാന്തോട് മുതൽ കലേരിക്കര സ്കൂൾ വരെയുള്ള ഇടത് സൈഡിലുള്ള മുഴുവൻ കിണറുകളിലുള്ള വെള്ളം കുടിക്കാൻ പറ്റാത്ത രീതിയിലാണ്. പ്രദേശത്ത് മുഴുവൻ കിണറുകളുടെ വെള്ളം കുടിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് ഉള്ളത്. ആദ്യഘട്ടം എന്ന നിലയിൽ ചൊവ്വാഴ്ച രാവിലെ 9:15 മുതൽ 10 മണിവരെ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിക്കും. എന്നാൽ നിലവിലെ നഗരസഭാ ഭരണസമിതി ചെക്യോട്ടുവയൽ പ്രദേശത്തെ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തിവരികയാണ്. ഇതിന്റെ ആദ്യപടിയായി കോൺക്രീറ്റ് ഓവുചാൽ നിർമ്മാണം നടന്നുവരികയാണ്. നിർദ്ദിഷ്ട പഴം പച്ചക്കറി മാർക്കറ്റ് സ്ഥലത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ടെൻഡർ നടപടി ആരംഭിച്ചു. ഇവിടെ നിന്ന് വെള്ളം ശുദ്ധീകരിച്ച് ഈ ഓവുചാൽ വഴി പുറത്തേക്ക് വിടുകയാണ് നഗരസഭയുടെ ലക്ഷ്യം. ഈ ഭരണസമിതിയുടെ കാലത്ത് ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് ചെയർമാൻ N ഷാജിത്ത് പറയുന്നത്. ഇതിനിടെയാണ് പ്രതിഷേധവുമായി UDF നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. PKK എന്റർപ്രൈസസ് ഇനി മുതൽ മട്ടന്നൂർ വായാന്തോടിലും പെയിന്റ്, ഹാർഡ്വെയർ, പ്ലൈവുഡ്, ഗ്ലാസ്, കിച്ചൺ ആക്സസറീസ് എന്നിവയുടെ കണ്ണൂരിലെ ഏറ്റവും വിശാലമായ ഷോറൂം PKK എന്റർപ്രൈസസ് പെയിന്റ്സ്, പ്ലൈവുഡ്, ഗ്ലാസ്, ഹാർഡ്വെയർസ്, വായാന്തോട്, മട്ടന്നൂർ.